ഇതിൻ്റെ ഓരോ വേരിയൻ്റ് അനുസരിച്ചുള്ള ഓൺ റോഡ് പ്രൈസ് എങ്ങനെയായിരിക്കും വരിക? സോ തീർച്ചയായിട്ടും ഹോണ്ട സിറ്റി എടുക്കുന്നവരെല്ലാം ADAS ഫീച്ചേഴ്സ് ഉള്ള വേരിയൻറ്റുകൾ മാത്രമേ എടുക്കാവുള്ളൂ എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു techbroreviews. ഇന്ന് നമ്മൾ നിൽക്കുന്നത് 5th ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ ലോഞ്ച് ഇവൻറ്റിലാണ്. ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ സിറ്റി നമുക്കായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ സിറ്റിക്ക് പഴയ സിറ്റിയുമായിട്ട് എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാനും ഒരു ഹോണ്ട സിറ്റിയുടെ യൂസറാണ്. 1.25 വർഷത്തോളമായി 5th ജനറേഷൻ ഹോണ്ട സിറ്റി യൂസ് ചെയ്യുന്നു. അതിൻ്റെ മോഡിഫൈ ചെയ്ത വീഡിയോസും എൻ്റെ ലോങ് ടൈം യൂസർ റിവ്യൂസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ടാവും. ചാനൽ നിങ്ങൾ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിലെ എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. ഒരു സിറ്റി എടുക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കൂടെ അറിയാൻ സാധിക്കും. അങ്ങനെ 2 വർഷത്തിന് ശേഷം 5th ജനറേഷൻ സിറ്റിക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പുറമേ കാണുന്ന ഈ മാറ്റങ്ങളിൽ നിന്ന് വലിയ മാറ്റം വന്നിരിക്കുന്നത് ഇതിന് ആഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സിലാണ്. എന്തായാലും ഫീച്ചേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പുറമേ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഫ്രണ്ടിലത്തെ ബമ്പറിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ്. ഈ ബമ്പറിൽ ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോക്ക് ലാമ്പിൻ്റെ ആ ഒരു കവറിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ മാറ്റിയിട്ട് ഇവിടെ ആയിട്ടൊരു ബ്ലാക്ക് എലമെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ ഗ്രില്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ലൈൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹണികോം ഗ്രില്ലാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇവിടെ ക്രോം എലമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ ഭയങ്കര തിക്കായിട്ടുള്ളൊരു ക്രോം ആയിരുന്നു, നല്ല വൃത്തികേടായിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ക്രോം എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഈ ഒരു എലമെൻറ്റ് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാർബൺ ഫൈബറിൻ്റെ ടച്ച് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ഗ്ലോസി ഇല്ലാതെ മാറ്റ് പിയാനോ ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു മാറ്റ് എഫക്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ഒരു മാറ്റവും പറയാനില്ല, എക്സെപ്റ്റ് ഈ ഒരു അലോയ് വീലിൻ്റെ ഡിസൈൻ. അലോയ് വീലിൻ്റെ ഡിസൈൻ ഏകദേശം പഴയതുപോലെയാണെന്നുണ്ടെങ്കിലും ഡിസൈൻ എലമെൻറ്റ്സ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ബാക്കി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും വണ്ടിക്കില്ല. പഴയ 5th ജെൻ ഹോണ്ട സിറ്റിയുടെ അതേ ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ബാക്കിലാണ്. ബാക്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ താഴെ ബമ്പറിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് പഴയ സിറ്റിയിൽ ഇവിടെ ആയിട്ടായിരുന്നു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറ്റി ഇവിടെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് എലമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് നോക്കുകയാണെങ്കിലും നമുക്കിവിടെ കാർബൺ ഫൈബറിൻ്റെ ഒരു ടച്ച് കാണാൻ സാധിക്കും. ബാക്കിലാണ് കുറച്ചും കൂടെ നല്ല മാറ്റം വന്നിരിക്കുന്നത്. കാണാൻ ഇച്ചിരുടെ ലുക്ക് കൂടിയിട്ടുള്ളതും ബാക്കിൽ തന്നെയാണ്. ബാക്കി ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ സിറ്റിയിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ്, വേറെ യാതൊരു മാറ്റങ്ങളുമില്ല. ഇവിടെ സൈഡിലേക്ക് ആണെങ്കിലും റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു മാറ്റവും ഇല്ല. പഴയ സിറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈനിൽ ഇരിക്കുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കണക്ക് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇനി പുറമേ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഒഴിച്ച് ബാക്കി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പുതുതായിട്ട് ഒരു മോഡലും കൂടെ വന്നിട്ടുണ്ട്. നേരത്തെ 3 മോഡലുകളായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. വി,
VX, ZX. അതിൽ V ആയിരുന്നു ഏറ്റവും ലോവർ വേരിയൻറ്റ്. പക്ഷേ ഇപ്പം SV എന്ന പുതിയൊരു മോഡലും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് വിയുടെയും താഴെ നിൽക്കുന്ന ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് SV. അതായത് ഹോണ്ട സിറ്റിക്ക് വില കൂടുതലാണ്, അത്രയും വില എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്കൊരു ഹോണ്ട സിറ്റി വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഏറ്റവും ബേസ് വേരിയൻറ്റിലേക്ക് പോകാൻ പറ്റും. അതിൽ കുറച്ച് കാര്യങ്ങൾ ഹോണ്ട ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹോണ്ട കണക്ട് ആപ്പ്. നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ടായിരുന്നു, ആ ആപ്പ് വഴി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അലോയ് വീൽ ആയിരിക്കത്തില്ല, അതിന് പകരം സാധാരണ വീലായിരിക്കും. അതിൽ വീൽ കപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സ്മാർട്ട് എൻട്രി സിസ്റ്റം ഇല്ല. സ്മാർട്ട് എൻട്രി സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ നേരെ വണ്ടിക്കകത്തോട്ട് കയറാൻ നേരത്ത് വെറുതെ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി, ഡോർ അൺലോക്ക് ചെയ്യും. നമ്മൾ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സംവിധാനവും കൂടെ ഉണ്ടാവും. ആ ഒരു സംവിധാനം SV വേരിയൻറ്റിൽ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, അതും SV വേരിയൻറ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്ലസ് ഫോഗ് ലാമ്പും ഉണ്ടായിരിക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വില കുറച്ചിട്ടുണ്ട്. ഇനിയും മറ്റൊരു അഡീഷൻ എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും ബേസ് വേരിയൻ്റ്, അതായത് V, ഇപ്പോഴത്തെ വേരിയൻറ്റിൽ രണ്ടാമത്തെ വേരിയൻറ്റ്, അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ehev എന്ന് പറയുന്ന ഹോണ്ടയുടെ ഹൈബ്രിഡ് സിസ്റ്റം സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ ഹോണ്ടയുടെ സിറ്റിയുടെ ehev ഇറങ്ങിയപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിക്ക് ഏകദേശം 20 ലക്ഷത്തോളം എക്സ്ഷോറൂം പ്രൈസ് തന്നെ വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം V വേരിയൻറ്റിൽ തന്നെ ehev കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഹൈബ്രിഡ് വേരിയൻറ്റ് വേണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾക്ക്, അത്രയും തുക മുടക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് V വേരിയൻറ്റ് വാങ്ങിക്കാൻ സാധിക്കും. അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അതായത് അലോയ് വീലിൻ്റെ ഡിസൈനിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. RSൻ്റെ ടൈപ്പ് സ്പോർട്ടി ഡിസൈൻ ആയിരിക്കും വണ്ടിക്ക് ലഭിക്കുക. അതുപോലെ തന്നെ 16 ഇഞ്ച് ആയിരിക്കും അലോയ് വീൽ വരുന്നത്. വയർലെസ് ചാർജർ കൺസോളും ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. LED ഫോഗ് ലാമ്പ്, ലോ സ്പീഡ് ഫോളോ എന്ന് പറയുന്ന പുതിയൊരു ADAS ഫീച്ചറും കൂടെ അതിനകത്ത് ആഡ് ചെയ്യും. അങ്ങനത്തെ അത്രയും കാര്യങ്ങൾ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഹോണ്ട സിറ്റിക്ക് പുതിയ വേർഷനിൽ, ഹോണ്ട സെൻസിങ് എന്ന് പറയുന്ന ഇറങ്ങിയിരിക്കുന്ന വേർഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആഡ് ചെയ്തിരിക്കുന്ന ADAS ഫീച്ചേഴ്സ് ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, കുറേ അധികം സെൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെൻസേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് സാധാരണ ഒരു ക്രൂയിസ് കൺട്രോളിൽ നമ്മളൊരു സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യേണ്ടി വരും, ക്രൂയിസിന് ഔട്ട് ആവും. ഈ കേസിലാണെങ്കിൽ ഫ്രണ്ടിലത്തെ വണ്ടി സ്ലോ ആണെങ്കിൽ നമ്മളെ വണ്ടി സ്ലോ ആവും, ഫ്രണ്ടിലത്തെ വണ്ടി മാറുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് സ്പീഡ് കൂടുകയും ചെയ്യും. അതാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ. നമ്മുടെ നാട്ടിൽ സക്സസ്ഫുള്ളി നടക്കാൻ പറ്റുന്നത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളാണ്. അത് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. 2, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് എന്ന് പറയുമ്പോൾ പഴയ വണ്ടിയിലെ പോലെയല്ല, ഓട്ടോമാറ്റിക് ഡിം ആൻഡ് ബ്രൈറ്റ്. എന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടിക്ക് എതിരെ ഒരു വണ്ടി വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഡിം അടിക്കും. ആ വണ്ടി പോയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ബ്രൈറ്റ് ആകുകയും ചെയ്യും. നമ്മൾ ആ ഒരു സ്വിച്ചിൽ തൊടേണ്ട ആവശ്യമേ ഇല്ല. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ലെയിൻ കീപ്പ് അസിസ്റ്റ് ആണ്. അതായത് നമ്മളുടെ വണ്ടി ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ലൈനിൽ നിന്ന് മാറിപ്പോവുക എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അപ്പോൾ തന്നെ നമുക്ക് ഇൻറ്റിമേഷൻ തരും. കൃത്യമായിട്ട് സ്റ്റിയറിങ്ങിൽ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഒന്ന് ഉറങ്ങി പോവുകയാണെങ്കിലും നമ്മൾ ഉണർന്ന് വണ്ടി കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ അലേർട്ടും ഉണ്ടാവും, വിഷ്വൽ അലേർട്ടും ഉണ്ടാവും, സൗണ്ടും ഉണ്ടാവും. പ്ലസ് നമ്മൾ ഏതെങ്കിലും സൈഡിലത്തെ ലൈനിൽ നിന്ന് മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മളെ വണ്ടി അലേർട്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരും. അതുപോലെ തന്നെ വണ്ടി തിരിച്ച് റോഡിലേക്ക് എത്തിക്കാനും ഈ വണ്ടി സഹായിക്കും. പ്ലസ് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് കൊളീഷൻ അവോയ്ഡൻസ് ആണ്. അതായത് നമ്മളുടെ ഫ്രണ്ടിൽ ഒരു ആൾ നടന്നു വരുവോ അല്ലെങ്കിൽ ഒരു ബൈസൈക്കിൾ വരുവോ ഒരു വാഹനം വരുവോ ചെയ്താൽ നമ്മൾ ഇടിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ വണ്ടി തന്നെ നമുക്കൊരു സൗണ്ടും മോണിറ്ററിലൊരു അലാമും കൂടെ കാണിച്ചു തരും. ഇനി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ വണ്ടി ഒരു ബ്രേക്കിംഗ് നടത്തും. എന്നിട്ട് നമ്മൾ നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും. വോൾവോയുടെ വണ്ടികളിലൊക്കെ നമ്മൾ കണ്ട ആ സെയിം ഫീച്ചറാണ് ഇതിലും വന്നിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ കുറച്ച് കാശ് കൂടുതൽ കൊടുത്താലും സാരമില്ല, ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ ADAS ഫീച്ചറുള്ള മോഡൽ തന്നെ നിങ്ങൾ എടുക്കുക. നിങ്ങളെ ജീവൻ രക്ഷിക്കാൻ വരെ ഈ ഫീച്ചേഴ്സ് കൊണ്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു രക്ഷയില്ലാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു വണ്ടി പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇതിൽ എഫക്റ്റീവ്നെസ് കിട്ടുന്നുണ്ട്. അതായത് എങ്ങും തന്നെ അടിയിടിക്കാതെ ഈ വണ്ടി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പഴയ 4th ജനറേഷൻ ഹോണ്ട സിറ്റി പോലെയല്ല, ഒരുപാട് ബെറ്ററാണ് ഈ ഒരു വണ്ടി. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ 8 ഇഞ്ച് TFT സ്ക്രീൻ എന്നുള്ളത് മാറി 4.3 ഇഞ്ചിൻ്റെ TFT സ്ക്രീൻ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കൺട്രോൾസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്പീഡിൽ പോകുന്ന സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ADAS ഫീച്ചറുമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. സേഫ്റ്റി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്.
ഇതൊക്കെ തന്നെ നമുക്ക് കൊളീഷൻ മിറ്റിഗേഷൻ സിസ്റ്റം ഓഫ് ചെയ്തിടാൻ പറ്റും, റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ പഴയ സിറ്റിയിൽ നിന്ന് കൂടുതലായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ തന്നെ പഴയ സിറ്റിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഈ ഒരു ലേ ഔട്ട് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൈഫൈ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഒക്കെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് പ്ലഗ് ആൻഡ് പ്ലേ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള വയർലെസ് ചാർജിങ് സിസ്റ്റം കൂടെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഈ വണ്ടിയുടെ ഹൈബ്രിഡ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് പക്ക വയർലെസ് ചാർജിങ് സംവിധാനവും കിട്ടുന്നുണ്ട്. ഇനി ഇന്റീരിയർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വണ്ടിയുമായിട്ട് യാതൊരു മാറ്റവും. ഇവിടെ എല്ലാം സെയിം ആണ്. ഗിയറിന്റെ സിസ്റ്റം ആണെങ്കിലും എല്ലാം സെയിം ആണ്. ഇക്കോൺ മോഡും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. യാതൊരു മാറ്റങ്ങളും നമുക്ക് പുറമേ നോക്കിയാൽ ഒന്നും തന്നെ കാണാനില്ല. പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു റിവേഴ്സ് ക്യാമറ പഴയ വണ്ടിയിൽ ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിയിൽ വന്നപ്പോഴത്തേക്ക് 1 മെഗാ പിക്സലിന്റെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ പക്ഷേ സൈഡിലത്തെ ക്യാമറയിലും വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ റിവേഴ്സ് ക്യാമറ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. 1 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കാണാം. പഴയ വണ്ടിയിൽ തീരെ മോശമായിരുന്നു, VGA ക്വാളിറ്റി ആയിരുന്നു കൊടുത്തിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പറാണ്. ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വെന്റിലേറ്റഡ് സീറ്റാണ്, രണ്ടാമത്തെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വൈപ്പറും. ഈ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് റൈവൽസ് നല്ല രീതിയിൽ പാടുപെട്ടേനെ ഈ വണ്ടിയുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട്. ഇനി ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വണ്ടിയിലുള്ള പോലെ തന്നെ സ്പേസും കംഫോർട്ടുമാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഈ വണ്ടിയുടെ യൂസർ റിവ്യൂയുടെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. നല്ല സ്പേസും നല്ല കംഫോർട്ടും നല്ല യാത്രാസുഖവും ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണ് ഇത്. അതിൻ്റെ കൂടെ ADAS ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് സൂപ്പർ. 6 കളർ ഓപ്ഷനിലാണ് ഈ വണ്ടി കിട്ടുന്നത്. പുതിയതായിട്ടൊരു ബ്ലൂ കളറും കൂടെ വന്നിട്ടുണ്ട്. അതും കാണാൻ നല്ല ലുക്കുള്ളൊരു വണ്ടി തന്നെയാണ്. ഇനി ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനും 1.5 ലിറ്ററിൻ്റെ പെട്രോൾ ഹൈബ്രിഡ് വേരിയൻറ്റും, ഇങ്ങനെ 2 വേരിയൻ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. 119 bhp 145 Nm ടോർക്കുമാണ് സാധാരണ പെട്രോൾ എഞ്ചിന് വരുന്നതെങ്കിൽ 125 bhp 253 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഹൈബ്രിഡ് മോഡലിൽ വരുന്നത്. ഇതിന് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ CVT ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് നോർമൽ പെട്രോൾ വേരിയൻറ്റിൽ. അതിൽ 6 സ്പീഡാണ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത്. CVT ആണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്നത്. 17.8 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മാനുവൽ വേരിയന്റിന് മൈലേജ് പറയുന്നത്. 18.4 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഓട്ടോമാറ്റിക് വേരിയന്റിന് പറയുന്ന മൈലേജ്. ഇനി ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് വേരിയന്റ് ആണ്. അതിന് CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 27.13 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ്. ഇതിന്റെ ഹൈബ്രിഡ് വേരിയന്റ് അല്ല, നോർമൽ പെട്രോൾ എഞ്ചിൻ വേരിയന്റ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹൈബ്രിഡ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് അത്രയും അധികം മൈലേജ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഏറ്റവും ബേസ് വേരിയന്റ് ആയിട്ടുള്ള SV വേരിയന്റിന് 11.49 ലാക്ക് ആണ് എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. അതിന് മാനുവൽ വേരിയന്റിൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് വേരിയന്റിൽ വരുന്നില്ല. ഇനി V വേരിയന്റിലേക്ക് പോവുകയാണെങ്കിൽ 12.37 ആണ് മാനുവലിൽ, 13.62 ആണ് ഓട്ടോമാറ്റിക്. അതിന്റെ ഹൈബ്രിഡ് വരികയാണെന്നുണ്ടെങ്കിൽ 18.89 ലാക്ക് വരുന്നുണ്ട്. ഇനി മാത്രമല്ല VXലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 13.49 ആണ് മാനുവലിന്, 14.74 ആണ് ഓട്ടോമാറ്റിക്കിന്. ZX വേരിയന്റ്, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് 14.72 ആണ് മാനുവൽ വേരിയന്റിന് വരുന്നത്, ഓട്ടോമാറ്റിക്കിന് 15.97 ആൻഡ് ഹൈബ്രിഡ് വേരിയന്റിന്റെ ഏറ്റവും ടോപ്പ് വരുമ്പോഴത്തേക്ക് 20.39 ലാക്ക് ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലുള്ള വിഷൻ മോട്ടോഴ്സിന്റെ ഷോറൂമിലാണ്. ഇവിടെ അനീഷ് ഉണ്ട് നമ്മുടെ കൂടെ. എൻ്റെ വണ്ടി എടുത്ത സമയത്തൊക്കെ അനീഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അനീഷിൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ വണ്ടിയുടെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ടോന്ന്? കാരണം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, എത്ര നാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. നമ്മൾ എന്റെ കുറച്ച് കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വണ്ടി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു പഴയ വണ്ടിയാണെങ്കിൽ പോലും ഏകദേശം 2 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സ്റ്റോക്കുകൾ കൂടുതൽ നമുക്ക് വണ്ടികൾ വരുന്നുണ്ട്. കാരണം ഇത്രയും ഡീലർഷിപ്സ് നമുക്കുണ്ട്, ഔട്ട്ലെറ്റുകളുണ്ട്, സർവീസ് ഔട്ട്ലെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു ഏകദേശം ഒരു 7 ഡീലർഷിപ്പോളം നമുക്ക് ഉള്ളത് കൊണ്ട്
നമുക്ക് വണ്ടി ഏത് ഡീലർഷിപ്പിൽ നിന്ന് നമുക്ക് വണ്ടി പിക്ക് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കളറും വേരിയന്റും അനുസരിച്ച് വെയിറ്റിംഗ് പീരീഡിൽ മാറ്റം വരുമോ? അത് ചില കേസസിൽ നമുക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ കൂടുതൽ ഫാസ്റ്റ് മൂവിങ് കളേഴ്സ് ഇപ്പം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ കളറുണ്ട്. അപ്പോൾ അത് ഇതുവരെ വന്ന് തുടങ്ങിയില്ല, ബ്ലൂ കളർ. സോ അപ്പോൾ അത് ചിലപ്പം വെയിറ്റിംഗ് പീരീഡ്, കാരണം ഇപ്പം ഹോണ്ട സിറ്റിയിലാണത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ചിലപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് ന്യൂ കളർ ആയതുകൊണ്ട്. ബാക്കി എല്ലാ കളേഴ്സും മാറി മാറി, പിന്നെ വളരെ റെയറായിട്ട് പോകുന്ന കളറാണ് ആ റെഡ്. അതും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരാറുണ്ട്. അപ്പം എക്സ്ഷോറൂം പ്രൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഓൺ റോഡ് പ്രൈസ് എത്ര ആയിരിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ഓരോ വേരിയന്റ് അനുസരിച്ചുള്ള ഓൺ റോഡ് പ്രൈസ് എങ്ങനെയായിരിക്കും വരിക? ഇപ്പം നമ്മൾ 5th ജനറേഷൻ സിറ്റിയിൽ ഒരു വേരിയന്റ് കൂടെ നമുക്ക് ബേസിലോട്ട് ആക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ 3 വേരിയന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബേസ് വേരിയന്റ് ആയിട്ട് SV എന്ന് പറയുന്ന വേരിയന്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് പ്രൈസ് ഓൺ റോഡ് വരുന്നത് 13,85,000 രൂപയോളം റേഞ്ചാണ്. അപ്പോൾ അതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓൺ റോഡ് വരുന്നത് 13,85 രൂപ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹോണ്ട സിറ്റി ഇപ്പൊ സ്വന്തമാക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. നേരത്തെ ഇതിനേക്കാളും പ്രൈസ് ആയിരുന്നല്ലേ? ബേസ് വേരിയന്റ് മുതൽ തന്നെ നല്ല പ്രൈസ് വരുന്നുണ്ടായിരുന്നു. അധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് പുതിയൊരു വേരിയന്റ് കൊണ്ടുവന്ന് അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഹോണ്ട സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ബേസ് വേരിയന്റ് മുതൽ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് സൈഡ് എയർ ബാഗ് അടക്കമുള്ള ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി, ABS, EBD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിറ്റിയിൽ വരുന്നുണ്ട്. അതോടുകൂടി തന്നെ 13.85 ലാഖിന് വണ്ടി എടുക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. സോ മറ്റ് വേരിയന്റ് വരുമ്പോൾ അടുത്ത വേരിയന്റ് നെക്സ്റ്റ് V ആണ്. V വേരിയന്റ് ആണ്. അത് 14,80,000 രൂപയോളം ഓൺ റോഡ് വരുന്നുണ്ട്. 14,80,000 രൂപയ്ക്ക് ഓൺ റോഡ്. നേരത്തെ ഉള്ള V വേരിയന്റിന് ഏകദേശം ഈ ഒരു പ്രൈസ് തന്നെ അല്ലായിരുന്നോ? ഏകദേശം അതിനടുത്ത് തന്നെ പ്രൈസ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 14 ലാഖിന് അടുത്തായിരുന്നു. അപ്പം ആ V വേരിയന്റ് ഇപ്പം നമുക്ക് V വേരിയന്റ് തൊട്ട് നമുക്ക് ഹോണ്ട സെൻസിങ് വന്നതുകൊണ്ട് ആണ് ആ പ്രൈസ് റേഞ്ച്. ഈ ADAS ഫീച്ചേഴ്സ് V വേരിയന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ADAS ഫീച്ചേഴ്സ് ഉള്ള മോഡൽ തന്നെയാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ളതാണ്. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫലത്തിൽ പ്രയോജനപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ എത്രത്തോളം ഗുണമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ തീർച്ചയായിട്ടും ഹോണ്ട സിറ്റി എടുക്കുന്നവരെല്ലാം ADAS ഫീച്ചേഴ്സ് ഉള്ള വേരിയന്റുകൾ മാത്രമേ എടുക്കാവുള്ളൂ എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ആണ് VX വേരിയന്റ്. VX വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 16,19,000 രൂപയോളം ഓൺ റോഡ് വരുന്നത്. ഓക്കെ, 16-19 ഓൺ റോഡ്. അതിനാണ് സൺറൂഫ് വരുന്നത്, ആ മോഡലോട്ടാണ്. അതേപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നതും ആ മോഡൽസിനാണ്. പഴയതിൽ നിന്ന് വ്യത്യാസം വരുന്നത് VX വേരിയന്റിന് നമുക്ക് നേരത്തെ VX-ന് 16 ഇഞ്ച് അലോയ് വീൽസ് ആയിരുന്നു വരുന്നത്. ഇപ്പോൾ സെയിം V വേരിയന്റ് 15 ഇഞ്ച് അലോയ് വീലാണ് VX-ന് വന്നേക്കുന്നത്. 16 ഇഞ്ച് അലോയ് വരുന്നത് അടുത്ത നെക്സ്റ്റ് മോഡൽ ZX വേരിയന്റ്. ഓക്കെ, അതിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പ്രൈസ്? അത് വരുമ്പോഴത്തേന് നമുക്ക് പ്രൈസ് വരുന്നത് മാനുവൽ നമുക്ക് വരുമ്പോൾ 17,70,000 രൂപയോളം ഓൺ റോഡ്. CVT വരുമ്പോഴത്തേന് നമുക്ക് 19,64,000 രൂപ. 19,64 ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് ZX. ഓക്കെ, ഇനി ഹൈബ്രിഡ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഹൈബ്രിഡിൽ നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിരുന്നു അത് ZX എന്ന് പറഞ്ഞ വേരിയന്റ് ആയിരുന്നു. നമുക്ക് ഒരേ ഒരു വേരിയന്റ് മാത്രമേ നമുക്ക് ഹൈബ്രിഡ് വേരിയന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് തൊട്ട് താഴെ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 24 ലാഖോളം അടുപ്പിച്ച് 25 ലാഖിന് അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അത് പ്രൈസ് റേഞ്ച് വരുന്നത് കൊണ്ട് അത്രയും പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ അത് ഹോണ്ട കുറച്ച് പ്രൈസ് കുറഞ്ഞ് ഇറക്കാൻ വേണ്ടി ഒരു വേരിയൻ്റ് കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, V എന്ന് പറഞ്ഞ വേരിയൻ്റ് കൂടെ. അതിനകത്ത് നമുക്ക് ഈ ഹൈബ്രിഡും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ബേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ 22,49,000 രൂപയാണ്. 22 ഏകദേശം 22.5 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ ഏകദേശം 2.5 ലക്ഷം രൂപ ലാഭിക്കാൻ കഴിയും. അതായത് ഫുൾ ഓപ്ഷനിലേക്ക് പോയി ഹൈബ്രിഡ് എടുക്കുന്നതിനേക്കാൾ 2.5 ലക്ഷം രൂപ കുറച്ച് V വേരിയന്റിൽ നമുക്ക് ഹൈബ്രിഡ് വേരിയന്റ് കിട്ടും. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഹൈബ്രിഡും കിട്ടും, എന്നാൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ADAS ഫീച്ചേഴ്സും കിട്ടും. ആ രീതിയിലാണ് പോകുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് കൂടെ? ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ആ നമ്പറിൽ വിളിക്കുക. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ വേരിയൻറ്റിലും, അതായത് എല്ലാ വേരിയൻറ്റ് മീൻസ് നമുക്ക് ടോപ്പ് വേരിയൻറ്റിലായിരിക്കും. നമുക്ക് ബോത്ത് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ കസ്റ്റമറെ
നമ്മൾ പോയി കണ്ട് ടെസ്റ്റ് ഡ്രൈവ്. ഹൈബ്രിഡ് വേരിയന്റ് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഹൈബ്രിഡ് നമുക്ക് വണ്ടിയുണ്ട്, കാരണം ഇത്രയും പ്രൈസ് റേഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വണ്ടികൾ നമുക്കത് ടെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വണ്ടിയുണ്ട്, കോമൺ വെഹിക്കിളാണ്. സോ നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമറുടെ ഇതനുസരിച്ച് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള എല്ലാവരും ഇന്ന് തന്നെ നോക്കുക. ഞാനും ഒരു ഹോണ്ട സിറ്റി യൂസർ തന്നെയാണ്. ഏകദേശം 2 കൊല്ലം ആകാറാകുന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 100% ഞാനും എൻ്റെ ഫാമിലി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഇത്രയും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും. താങ്ക് യു അനീഷ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.